നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജ അക്വേറിയത്തിലെ കാഴ്ചകളാണ്. അപ്പം ഇന്നിപ്പം ഞാനും ചേട്ടനും ഫാമിലി എല്ലാം കൂടെ ഷാർജ അക്വേറിയം ഒന്ന് പോയി കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പം ചെല്ലുമ്പം തന്നെ പുറത്തേക്ക് നമ്മൾ ബോട്ടിൻ്റെയൊക്കെ നിർമ്മിച്ച ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടാണ് അതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. കടലിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള കടൽ കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അക്വേറിയത്തിൽ നിരഞ്ജൻ ഭയങ്കര ചേട്ടൻ്റെ ഇളയ മകൻ നിരഞ്ജൻ, അവൻ വളരെ ഹാപ്പിയായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേന് പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 25 ദിറംസും കുട്ടികൾക്ക് 15 ദിറംസുമാണ്. പിന്നെ ചെറിയൊരു ചാർജും കൂടുണ്ട്. അപ്പം ഇപ്പം ഞാൻ, ചേട്ടൻ്റെ വൈഫ്, 2 കുട്ടികൾ, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് കയറുമ്പം തന്നെ എന്താ പറയുക, ഓരോരോ ഡിവിഷനുകളായിട്ട് കാഴ്ചകൾ ഇങ്ങനെ ഇതാക്കാൻ പറ്റും. ആദ്യം തന്നെ ഈ കടലിലെ ഷെൽസിൻ്റെ അതിൻ്റെ ഒരു പാറ്റേൺ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പോകുമ്പം പല അതായത് നമ്മുടെ കടലിലെ അതേ കണക്ക് തന്നെയാണ് ഓരോ സംഭവങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. കടലിൻ്റെ ആഴങ്ങളിൽ ഉള്ള മത്സ്യങ്ങളെയൊക്കെയാണ് ഇതിനകത്ത്. ഇതൊക്കെ അത് ചെറിയ ഇതൊന്നുമല്ല, വലിയ മത്സ്യങ്ങളാണ് മൊത്തമായിട്ടും അവിടെ ഉള്ളത്. ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നമുക്കവിടെ ഒരു 2 മണിക്കൂറുകളോളം അകത്ത് ചിലവഴിക്കാൻ പറ്റും ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഏകദേശം അത്രയും തന്നെ നമുക്ക് മെല്ലയൊക്കെ ആണെങ്കിൽ അത്രയും തന്നെ നമുക്ക് കാണാനും എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ ഉണ്ട് അകത്ത്. നല്ല കാഴ്ചകളാണ്. വളരെ എന്താ പറയുക, പല രീതിയിലാണ് ഇത് സംഭവം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഭിത്തിയിലൊക്കെ ആയാൽ പോലും നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സെക്ഷൻ നമ്മൾ ഇറങ്ങി എന്താ പറയുക, ഈ പറഞ്ഞ കണക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്നതാണെങ്കിൽ തന്നെയും എന്താ പറയുക, വളരെ ഇതാണ്. നമുക്കത് കടലിനുള്ളിലൂടെയുള്ള കാഴ്ചകൾ പോലെ തന്നെയാണ് നമുക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. എനിക്കെന്തായാലും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ചേട്ടനായാലും ഫാമിലിക്കൊക്കെ ആയാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികൾക്കൊക്കെ ഉള്ള എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡ്രോയിങ്ങിൻ്റെ പരിപാടിയുണ്ട്. നമ്മളപ്പോൾ ഒരു എന്താ പറയുക, അവർ നമുക്ക് കടലിലെ ജീവികളുടെ പിക്ചർ തരും. നമ്മളത് കളർ ചെയ്തിട്ട് അവരുടെ അടുത്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ഇത് എന്താ പറയുക, ഈ സംഭവം തെളിയുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അതും കുട്ടികൾക്കൊക്കെ വളരെ എന്താ പറയുക, സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ്. കാരണം അവർ തന്നെ വരയ്ക്കുന്ന ചിത്രങ്ങൾ എന്താ പറയുക, ആ സ്ക്രീനിലൂടെ ഇങ്ങനെ എന്താ മത്സ്യം പോലെ കണ്ടോ. ഇപ്പോൾ ശിവാനി വരച്ച ഒരു ചിത്രമാണ്. അപ്പോൾ അതിന് ഞാൻ കാണുമ്പോൾ ഒരിതാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ നിരഞ്ജനും വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്തു. അപ്പോൾ ഇതും നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പിന്നെ മംഗ്രോവ്സ് ട്രീഡ് ഇതുണ്ട്. അത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ട്രീസ് ആണെന്നേ വിചാരിക്കത്തുള്ളൂ. പിന്നെ ചെറിയൊരു എന്താ പറയുക, ഒരു ഈ പറഞ്ഞവർക്ക് ഒരു ചെറിയൊരു പൂൾ കണക്ക് ഇതാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കഴിയിടുകയും ഇതിനകത്ത് കുറച്ച് സ്റ്റാർ ഫിഷ് ഒക്കെ ഉണ്ട്. അതിനെ നമുക്ക് തൊടുകയും ആ വെള്ളത്തിൽ ഇതാക്കാൻ പറ്റും. അതിൽ മാത്രമേ നമുക്ക് തൊടാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതവരെ അങ്ങനെ തന്നെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഷാർജ അക്വേറിയത്തിനകത്ത് ഒരുപാടുണ്ട് കാഴ്ചകൾ. ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടൊന്നുമില്ല, കുറച്ച് ഇതൊക്കെയുള്ള എല്ലാ കടലിലെ ഒട്ടുമിക്ക കടൽ ജീവികളും മീനുകളും മറ്റ് അങ്ങനെയൊക്കെയുള്ള വലിയ വിസ്മയമായ കാഴ്ചകൾ തന്നെയാണ്. ഓക്കെ, അപ്പം പോകാത്തവർ അല്ലെങ്കിൽ പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഉറപ്പായിട്ടും നോക്കുക. നല്ലൊരു അനുഭവമായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. വീണ്ടും കാണാം.